ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 5 പ്രാവശ്യം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 43 അധ്യായം 34 വാക്യം. അവൻ തൻ്റെ മുൻപിൽ നിന്ന് അവർക്ക് ഓഹരി കൊടുത്തയച്ചു. ബെന്യാമിൻ്റെ ഓഹരി മറ്റുള്ളവരുടെ ഓഹരിയുടെ 5 ഇരട്ടിയായിരുന്നു. അവർ പാനം ചെയ്ത് അവനോട് കൂടെ ആഹ്ലാദിച്ചു. 5 മടങ്ങ് അനുഗ്രഹം പരിഗണിക്കുക. യോസഫ് തന്റെ സഹോദരന്മാർക്കെല്ലാം ഭക്ഷണം വിതരണം ചെയ്തപ്പോൾ അവൻ ബെന്യാമീന് 5 ഇരട്ടി കൊടുത്തു. ബെന്യാമീനും യോസഫും റാഹേലിന്റെ മക്കളായിരുന്നു. അതുകൊണ്ട് ബെന്യാമീനെ കുറിച്ച് ഓർത്തപ്പോൾ യോസഫിന്റെ ഹൃദയം നിറഞ്ഞു. ബെന്യാമീന്റെ 5 ഇരട്ടി വിഹിതത്തിൽ മറ്റ് സഹോദരന്മാർ ആശ്ചര്യപ്പെട്ടിരിക്കാം. എന്തിനാണ് തനിക്ക് ഇങ്ങനെ ഒരു പ്രത്യേക വ്യവസ്ഥ നൽകിയതെന്ന് ബെന്യാമീൻ പോലും അമ്പരന്നിരിക്കാം. ദൈവമക്കളെ, ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ ഒരു പ്രത്യേക കരുതൽ നൽകപ്പെട്ടിരിക്കുന്നു. ദൈവം തന്നെയാണ് നമ്മുടെ പങ്ക്. സങ്കീർത്തനം 16 അധ്യായം 5-6 വാക്യങ്ങളിൽ, എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു. നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ, എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. തന്നിൽ അഭയം പ്രാപിക്കുന്ന ആളുകളെ കർത്താവ് തീർച്ചയായും അനുഗ്രഹിക്കും. ചിലർക്ക് അവൻ 10 ഇരട്ടി വിഹിതം നൽകുന്നു. വിതക്കാരന്റെ ഉപമയിൽ അവൻ വിതച്ച വിത്തുകൾ 30, 60, 100 മേനി ഫലം കായ്ച്ചു എന്ന് പറയുന്നു. 100 ഇരട്ടി കൊയ്തതിൽ എത്ര സന്തോഷമുണ്ട്. ഇസഹാക്ക് തന്റെ ജീവിതത്തിൽ കർത്താവിനെ തന്റെ ഭാഗമായി തിരഞ്ഞെടുത്തു. ദൈവം ഇസഹാക്കിനെ എങ്ങനെ അനുഗ്രഹിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ? വിശുദ്ധ ഗ്രന്ഥം ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം 12 വാക്യത്തിൽ, പിന്നെ ഇസ്ഹാക്ക് ആ ദേശത്ത് വിത വിതച്ചു. അതേ വർഷം തന്നെ 100 മേനി കൊയ്തു. കർത്താവ് അവനെ അനുഗ്രഹിച്ചു എന്ന് കാണാൻ സാധിക്കുന്നു. ഇസ്രായേൽ ജനത്തെ വെറും 100 ഇരട്ടി കൊണ്ട് അനുഗ്രഹിക്കാൻ മോശെ ആഗ്രഹിച്ചില്ല. കൂടുതൽ ലൗകികമായ അനുഗ്രഹങ്ങളും ശാശ്വതമായ അനുഗ്രഹങ്ങളും നൽകി ദൈവജനത്തെ അനുഗ്രഹിക്കാൻ അവൻ ആഗ്രഹിച്ചു. അവൻ പറഞ്ഞു, നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് നിന്നേക്കാൾ 1000 മടങ്ങ് വർദ്ധിപ്പിക്കട്ടെ. അവൻ നിങ്ങളോട് വാഗ്ദാനം ചെയ്തതുപോലെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന്. ഇത് ആവർത്തന പുസ്തകം 1 അധ്യായം 11 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. എന്നാൽ ദൈവം കൂടുതൽ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചു. 1000 മടങ്ങ് അനുഗ്രഹങ്ങളെക്കുറിച്ചല്ല അദ്ദേഹം ചിന്തിച്ചത്. അവൻ ആകാശത്തിലെ മുഴുവൻ നിധികളും തുറക്കാൻ ആഗ്രഹിച്ചു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, എന്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്ന്. ഇത് മലാക്കി പുസ്തകം 3 അധ്യായം 10 വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. കർത്താവിനെ സംഗീതമാക്കുന്ന ആളുകൾ തീർച്ചയായും ഭാഗ്യവാന്മാരാണ്. അവന്റെ സ്നേഹം ആസ്വദിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവന്റെ വഴിയിൽ നേരായി നടക്കുന്നവർ ഭാഗ്യവാന്മാർ. അവനെ ഓഹരിയും അവകാശവുമായി ഉള്ളവർ ഭാഗ്യവാന്മാർ. ദൈവമക്കളെ, കർത്താവ് നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന ഈ അനുഗ്രഹീതമായ ഭാഗവും പദവികളും നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം ആവർത്തന പുസ്തകം 28 അധ്യായം 8 വാക്യം. യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാത്തിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ഇയ്യോബ് 30-31 അധ്യായങ്ങൾ. വൈകുന്നേരം അപ്പോസ്തല പ്രവൃത്തികൾ 13 അധ്യായം 26 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.